DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു മുതിർന്ന പൗരനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മുതിർന്ന ആളുണ്ടെങ്കിലോ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഏറ്റവും കൂടുതൽ നിക്ഷേപ പലിശ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ലഘുസമ്പാദ്യ പദ്ധതിയിലൊന്നാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അഥവാ SCSS. മുതിർന്ന പൗരന്മാർക്കുള്ള നിക്ഷേപ പദ്ധതികളിൽ സുരക്ഷ കൊണ്ടും പലിശ നിരക്ക് കൊണ്ടും ഏറ്റവും ആകർഷകമായ നിക്ഷേപ പദ്ധതിയാണ് പദ്ധതിയുടെ പലിശ നിരക്കും മറ്റു പ്രധാന വിശദാംശങ്ങളുമാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. മുതിർന്ന പൗരന്മാർക്ക് നിക്ഷേപം നടത്തുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വവും മികച്ച പലിശ നിരക്കും ലഭിക്കുന്ന പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് ശാഖകളിലും പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഒരു പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ തുടങ്ങിയ SCSS മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്ക് പിന്നീട് മാറ്റാനും സാധിക്കും. ഇതൊരൊറ്റത്തവണ നിക്ഷേപ പദ്ധതിയാണ്. അതായത് ഒരു തവണ നിങ്ങൾ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശ ഓരോ 3 മാസം കൂടുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും കുറഞ്ഞത് 1000 രൂപയും പരമാവധി 30 ലക്ഷം രൂപ വരെയും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ജീവിത പങ്കാളിയുമായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ടായും SCSS അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. 1000 രൂപയുടെ ഗുണിതങ്ങളായ തുകയാണ് നിക്ഷേപിക്കാവുന്നത്. ഒരാൾക്ക് ഒന്നിലധികം സീനിയർ സിറ്റിസൺ സേവിംഗ്സ് അക്കൗണ്ടുകളിൽ ചേരാൻ സാധിക്കുമെങ്കിലും എല്ലാ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അക്കൗണ്ടുകളിലുമായി നിക്ഷേപിക്കാവുന്ന പരമാവധി തുക 30 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. 1 ലക്ഷത്തിൽ താഴെയുള്ള തുക ക്യാഷായി അടക്കാം. 1 ലക്ഷത്തിന് മുകളിലുള്ള തുക ചെക്കായോ DD ആയോ നൽകാം. 5 വർഷമാണ് പദ്ധതിയുടെ കാലാവധി. 5 വർഷത്തിന് ശേഷം 3 വർഷം കൂടി സ്കീം നീട്ടുവാനും സാധിക്കും. എന്നാൽ ഒരു തവണ മാത്രമേ ഇത്തരത്തിൽ നീട്ടുവാൻ സാധിക്കൂ. 5 വർഷമാണ് പദ്ധതിയുടെ കാലാവധിയെങ്കിലും അത്യാവശ്യമെങ്കിൽ നേരത്തെ ഇത് ക്ലോസ് ചെയ്യാനും സാധിക്കും. 1 വർഷത്തിന് മുൻപാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പലിശ ലഭിക്കില്ല. 3 മാസം കൂടുമ്പോഴുള്ള പലിശ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുന്നതായിരിക്കും. 1 വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ലഭിച്ച പലിശ തിരിച്ചു നൽകേണ്ടതില്ല. എന്നാൽ ഡെപ്പോസിറ്റ് തുകയുടെ 1.5% കുറവ് ചെയ്യുന്നതായിരിക്കും. ഇനി 2 വർഷത്തിന് ശേഷമാണ് തുക പിൻവലിക്കുന്നതെങ്കിൽ ഡെപ്പോസിറ്റ് തുകയുടെ 1% കുറയ്ക്കുക. 5 വർഷത്തെ നിക്ഷേപ കാലാവധിക്ക് ശേഷമുള്ള 3 വർഷത്തെ എക്സ്റ്റൻഷൻ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ 1 വർഷത്തിന് ശേഷമുള്ള തുകയുടെ പിൻവലിക്കലിൽ യാതൊരു തുകയും കുറയ്ക്കില്ല. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന് ആദായ നികുതി വകുപ്പിന്റെ സെക്ഷൻ 80C പ്രകാരമുള്ള നികുതി ഇളവും ലഭിക്കും. 50,000 രൂപയിൽ കൂടുതൽ പലിശയായി 1 വർഷത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ TDS കട്ട് ചെയ്യുന്നതായിരിക്കും. 2025 ഓഗസ്റ്റ് മുതൽ 8.2% എന്ന ഉയർന്ന പലിശയാണ് ഈ പദ്ധതിക്ക് ലഭിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളിൽ നിലവിൽ ഏറ്റവും ഉയർന്ന പലിശ ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത്. ഓരോ 3 മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പലിശ നിരക്ക് അവലോകനം ചെയ്യാറുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പലിശ കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും. എന്നാൽ നിങ്ങൾ ഈ പദ്ധതിയിൽ ചേരുമ്പോൾ എത്രയാണോ പലിശ നിരക്ക് അത് തന്നെയായിരിക്കും പദ്ധതിയുടെ കാലാവധി തീരുന്നതുവരെ ലഭിക്കുക. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശയിൽ ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാകുന്നതല്ല. അതായത് ഇപ്പോൾ പദ്ധതിയിൽ ചേരുന്നവർക്ക് 8.2% എന്ന പലിശ തന്നെ പദ്ധതിയുടെ കാലാവധി തീരുന്നതുവരെ ലഭിക്കുന്നതായിരിക്കും. NRIകൾക്ക് സ്കീമിൽ ചേരുവാൻ സാധിക്കില്ല. പദ്ധതിയിൽ ചേരുവാനുള്ള കുറഞ്ഞ പ്രായം 3 കാറ്റഗറിയായി 50 മുതൽ 60 വയസ്സ് വരെയാണ്. ഒന്നാമതായി 60 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ഈ പദ്ധതിയിൽ ചേരാം. രണ്ടാമതായി 55 വയസ്സ് കഴിഞ്ഞ VRS മുഖേനയോ സൂപ്പർ ആനുവേഷൻ മുഖേനയോ റിട്ടയർഡ് ചെയ്തവർക്ക് പദ്ധതിയിൽ ചേരാം. എന്നാൽ ഇത്തരത്തിൽ ചേരുന്നവർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ലഭിച്ച് 1 മാസത്തിനുള്ളിൽ ചേർന്നിരിക്കണം. കൂടാതെ ഇങ്ങനെ ചേരുന്നവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യമായി 30 ലക്ഷത്തിൽ കുറവായ തുകയാണ് ലഭിച്ചതെങ്കിൽ അത്രയും തുക മാത്രമായിരിക്കും ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക. മൂന്നാമതായി 50 വയസ്സ് കഴിഞ്ഞ സൈനിക സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവർക്കും ഈ സ്കീമിൽ ചില നിബന്ധനകളോടെ ചേരാം. നിലവിലെ പലിശ നിരക്കായ 8.2% എന്ന പലിശ നിരക്കിൽ പദ്ധതിയിൽ 30 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 3 മാസത്തിൽ 61,500 രൂപയാണ് ലഭിക്കുക. അതായത് മാസം 20,500 രൂപ വീതം നിക്ഷേപകന് ലഭിക്കും. ഇനി 1 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 3 മാസം കൂടുമ്പോൾ 2,050 രൂപയാണ് ലഭിക്കുക. പദ്ധതിയിലൂടെ ലഭിക്കുന്ന പലിശ നിങ്ങൾ നൽകുന്ന പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സേവിംഗ്സ് അക്കൗണ്ടിലോ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. പദ്ധതിയിൽ നോമിനേഷൻ ഫെസിലിറ്റിയും ലഭിക്കും. എല്ലാ 3 മാസം കൂടുമ്പോഴാണ് പദ്ധതിയുടെ പലിശ ലഭിക്കുക. ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ, ജനുവരി എന്നീ മാസങ്ങളിലെ ആദ്യ വർക്കിംഗ് ഡേയിൽ പലിശ ലഭിക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക. പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.